എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസം ആരംഭിക്കുമ്പോൾ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിശോധിക്കാം. സൂര്യൻ സെപ്റ്റംബർ 16 വരെ ചിങ്ങത്തിലും അതിനുശേഷം കന്നിരാശിയിലേക്കും രാശി മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18 വരെ മിഥുനത്തിലും തുടർന്ന് കർക്കടകം രാശിയിലേക്കും രാശി മാറുന്നു. ബുധൻ സെപ്റ്റംബർ 7 വരെ ചിങ്ങൻ രാശിയിലും സെപ്റ്റംബർ 26 വരെ ഉച്ചസ്ഥനായി കന്നിരാശിയിലും അതിനുശേഷം തുലാം രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. ധനുരാശിയുടെ അധിപനായ വ്യാഴം അഷ്ടമഭാവത്തിൽ കർക്കടകൻ രാശിയിൽ ഉച്ചസ്ഥനായി നിലകൊള്ളുന്നു. ശനി 4-ാം ഭാവമായ മീനരാശിയിൽ കണ്ടക ശനി കാലഘട്ടമാണ്, മീനരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലത്തോടെ നിൽക്കുന്നു. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും തുടരുകയാണ്. ധനുരാശിയുടെ ഭാഗ്യാധിപനായ സൂര്യനും അതുപോലെ വ്യാഴത്തിൻ്റെയും മറ്റ് പ്രധാന ഗ്രഹങ്ങളുടെയും ഒക്കെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ, സാമ്പത്തികത്തെ, അതുപോലെ കുടുംബത്തെ, വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ എന്നിവയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നും എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്നും വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തൊഴിൽ മേഖല എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. സർവീസിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ നല്ല പിന്തുണ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് ഈ മാസം ദൂരയാത്രകളും ചെയ്യേണ്ടതായി വരാം. വിദേശത്തോ അല്ലെങ്കിൽ ജനിച്ച സ്ഥലത്ത് നിന്ന് അകലെയോ ഒക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായ സമയമാണ്. അതുപോലെ പ്രമോഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പേപ്പറുകളൊക്കെ നീങ്ങാനുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നടന്നു കിട്ടുന്നതാണ്. സെപ്റ്റംബർ 16-ന് ശേഷം സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറും. ഈ കന്നിരാശിയിലേക്ക് രാശി മാറുമ്പോൾ ഔദ്യോഗിക രംഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഉണർവൊക്കെ ഉണ്ടാകുന്നതാണ്. സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രധാന ചുമതലകളിലോ ഒക്കെ നിങ്ങളുടെ ആധിപത്യമൊക്കെ ഈ സമയത്ത് തെളിയിക്കാനും സാധിക്കുന്നതാണ്. നീണ്ട നാളായിട്ടൊക്കെ കാത്തിരുന്ന സ്ഥാനക്കയറ്റം, അതുപോലെ അർഹമായ അംഗീകാരം എന്നിവയൊക്കെ കൈവരാൻ സാധ്യത വളരെ കൂടുതലാണ്. ബുധൻ 10-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്ന സമയത്ത് IT മേഖല, അതുപോലെ അക്കൗണ്ടിംഗ് മേഖല, സർക്കാർ ഓഫീസുകൾ, അധ്യാപനം, എഴുത്ത്, മാധ്യമപ്രവർത്തനം എന്നീ മേഖലയിലൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങളുണ്ടാകും. പുതിയ പ്രൊജക്റ്റുകളൊക്കെ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ്. 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് തൊഴിലിൽ അല്പം സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായേക്കാം. എത്ര അധ്വാനിച്ചാലും ചില സമയത്ത് ആഗ്രഹിച്ച ഒരു തൃപ്തി ലഭിക്കണമെന്നുമില്ല. സഹപ്രവർത്തകരുമായും അതുപോലെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. വാക്കുകളിൽ സംയമനം പാലിക്കേണ്ടത് സെപ്റ്റംബർ മാസത്തിൽ അത്യാവശ്യവുമാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുരാശിക്കാർക്ക് ലാഭകരമായ അവസരങ്ങളും അതേസമയം ചില സുപ്രധാന മുൻകരുതലുകളും ആവശ്യമായ മാസമാണ്. 11-ാം ഭാവത്തിൽ ലാഭാധിപനായ ശുക്രനൊക്കെ സ്വക്ഷേത്ര ബലത്തോടെയൊക്കെ നിൽക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിപണനത്തിലും സർവീസിലുമൊക്കെ നല്ല രീതിയിലുള്ള ലാഭം ലഭിക്കുന്നതാണ്. അതുപോലെ കുടിശ്ശിക കിടന്ന തുകകൾ തിരികെ ലഭിക്കാനും പുതിയ ക്ലയൻറ്റുകളെയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുമൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് സ്ഥിരത കൈവരിക്കാനും സാധിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ പങ്കാളിയുമായിട്ടൊക്കെയുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യം അനുകൂലമാണ്. ക്രിയേറ്റീവ്, അതുപോലെ ഫാഷൻ, അതുപോലെ ഡിജിറ്റൽ മീഡിയ എന്നീ രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള പ്രയോജനം ലഭിക്കുന്ന മാസമാണ്. സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വ കർക്കടകത്തിലേക്ക് മാറുമ്പോൾ ബിസിനസ്സിൽ ഈ സമയത്ത് അപ്രതീക്ഷിത ചിലവുകളോ തടസ്സങ്ങളോ ഒക്കെ വരാം. സെപ്റ്റംബർ 18-ന് ശേഷം അതുപോലെ പുതിയ കരാറുകളിലും പേപ്പർ വർക്കുകളിലുമൊക്കെ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് നിയമവിദഗ്ധരുടെയൊക്കെ ഉപദേശം തേടേണ്ടതാണ്. അതുപോലെ പങ്കാളികളുമായിട്ടൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തതയൊക്കെ പുലർത്തേണ്ടതാണ്. സർക്കാരിൻ്റെ നികുതി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ കൃത്യസമയത്ത് ആ നികുതിയൊക്കെ തീർപ്പാക്കേണ്ടതുമാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം.
11-ാം ഭാവത്തിൽ ശുക്രൻ നിലകൊള്ളുന്നതിനാൽ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഉണ്ടാകുന്നതാണ്. വരുമാനത്തിൽ വലിയ തടസ്സങ്ങളൊന്നും അനുഭവപ്പെടില്ല. പഴയ കുടിശ്ശികകൾ, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ നൽകിയ പണം, അല്ലെങ്കിൽ ലഭിക്കാതെയൊക്കെ നീണ്ടുപോയ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ ഈ മാസം കയ്യിൽ തിരികെ എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. സൂര്യനും ബുധനുമൊക്കെ അനുകൂല ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് സർക്കാർ ബന്ധമുള്ള ആനുകൂല്യങ്ങളെ, അതുപോലെ എന്തെങ്കിലും പ്രൊമോഷനോടെയുള്ള ശമ്പള വർധനവ് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അതുപോലെ 8-ാം ഭാവത്തിൽ വ്യാഴമൊക്കെ ഉച്ചസ്ഥനായി നിൽക്കുന്നത് സെപ്റ്റംബർ 18 ചൊവ്വ നീചാവസ്ഥയിലൊക്കെ അവിടെ എത്തുന്നതൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചിലവുകൾക്കും വഴിവെക്കാവുന്നതാണ്. 4-ൽ കണ്ടകശനിയൊക്കെ ഉള്ളത് കാരണം വസ്തു, വീടിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികൾ, അതുപോലെ വാഹനങ്ങളുടെ ചിലവുകൾ എന്നിവയ്ക്കായിട്ടൊക്കെ തുക ചിലവാകാനും സാധ്യതയുണ്ട്. അതുപോലെ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ ആരോഗ്യ ആവശ്യങ്ങൾക്കായിട്ടും ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ആഡംബര ചിലവുകൾ പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ റിസ്ക്കൊക്കെ ഉള്ള ചിട്ടുകളിലോ വലിയ തുകകളുടെ ജാമ്യത്തിലോ ഒക്കെ പോകുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 4-ാം ഭാവത്ത് ശനിയൊക്കെ തുടരുന്നതിനാൽ കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് മനസമാധാനക്കുറവോ അതുപോലെ അനാവശ്യ സമ്മർദ്ദങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ആശയവിനിമയമൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ശുക്രൻ ലാഭസ്ഥാനത്തൊക്കെ സ്വക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്നതിനാൽ കുടുംബത്തിലെ ഐക്യവും സന്തോഷപ്രദമായ സന്ദർഭങ്ങളും ഒക്കെ ഇടയ്ക്കുണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുടെയോ മക്കളുടെയോ ഒക്കെ ആവശ്യങ്ങൾക്കായിട്ട് മംഗളകരമായ കർമ്മങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിൽ നടക്കാനും സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായ ഇടപാടുകളിലോ അല്ലെങ്കിൽ വീട് മാറ്റം, അറ്റകുറ്റപ്പണി എന്നിവയിലൊക്കെ ചിലപ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്ത് തീരുമാനിക്കുന്നതും മുതിർന്നവരുടെ ഉപദേശം തേടി തീരുമാനിക്കുന്നത് നന്നായിരിക്കും. പങ്കാളിയുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ, സാമ്പത്തിക കാര്യത്തിലുള്ള തർക്കങ്ങൾ എന്നിവയൊക്കെ വരാമെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. വാഗ്വാദങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നതും വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കാണിക്കുന്നതും ദാമ്പത്യ സൗഹൃദമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ വ്യാഴം അഷ്ടമത്തിലൊക്കെ നിൽക്കുന്നതിനാൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലെ ആഭ്യന്തര കാര്യത്തിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ ഇടപെടലുകളെ പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർന്ന ശ്രദ്ധയൊക്കെ പുലർത്താൻ സാധിക്കുന്ന മാസമാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും മികച്ച വിജയ സാധ്യതയും കാണുന്നുണ്ട്. ഇനി ആരോഗ്യം നോക്കിയാൽ ആരോഗ്യകാര്യത്തിൽ ധനുരാശിക്കാർ ഈ മാസം പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ചൊവ്വയൊക്കെ അഷ്ടമത്തിൽ വരുന്നത്, അതുപോലെ വ്യാഴമൊക്കെ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്നതൊക്കെ കാരണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അണുബാധകൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിലൊക്കെ കൃത്യത പാലിക്കുക, അതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ജാഗ്രതയും പാലിക്കേണ്ടതാണ്. ഇനി ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ധനുരാശിക്കാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുക. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടൊക്കെ വ്യാഴാഴ്ച കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ കണ്ടകശനിയുടെ ദോഷമൊക്കെ കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നതും നന്നായിരിക്കും. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടൊക്കെ നടത്തുന്നത് ചൊവ്വ അഷ്ടമത്തിലൊക്കെ വരുന്നതിൻ്റെ ദോഷകാഠിന്യമൊക്കെ കുറയ്ക്കുന്നതാണ്. 2026 സെപ്റ്റംബർ മാസം ധനുരാശിക്കാർക്ക് ജോലിയിലൊക്കെ വലിയ നല്ല അവസരങ്ങളും അതോടൊപ്പം ചില കാര്യങ്ങളിലൊക്കെ കരുതലും ആവശ്യപ്പെടുന്ന മാസമാണ്. ആത്മവിശ്വാസത്തോടെയും കൃത്യമായ ആസൂത്രണത്തോടെയൊക്കെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ബന്ധുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.